കേരളം ലോകത്തിന് സംഭാവന ചെയ്ത മഹാഭിഷഗ്വരനായിരുന്നു 2024 ജൂലൈ 17 തന്റെ 90ാമത്തെ വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞ ഡോക്ടർ MS വല്യത്താൻ. 1934 മെയ് 24 മാവേലിക്കര കൊട്ടാരത്തിലാണ് മാർത്താണ്ഡവർമ്മ ശങ്കരൻ വല്യത്താൻ എന്ന MS വല്യത്താൻ ഭൂജാതനായത്. അദ്ദേഹത്തിന് ഏറെ ബന്ധുത്വമുള്ള പന്തളത്ത് വെച്ച് കഴിഞ്ഞ ദിവസം വായനക്കൂട്ടം കുളനടയും കുളനട മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയും സംയുക്തമായി ആ മഹാഭിഷഗ്വരന്, ആ കർമ്മയോഗിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയുണ്ടായി. ഇന്ന് ലോകമെങ്ങും പുകൾപെറ്റ ശ്രീചിത്ര മെഡിക്കൽ സെന്ററിന്റെ സ്ഥാപക ഡയറക്ടറും സാരഥിയുമായിരുന്നു ഡോക്ടർ വല്യത്താൻ. മുൻ മുഖ്യമന്ത്രി C. അച്യുതമേനോനാണ് ഡോക്ടർ വല്യത്താന്റെ കൈകളിലേക്ക് ശ്രീചിത്ര മെഡിക്കൽ സെന്റർ ഏൽപ്പിച്ചു കൊടുത്തത്. ബഹുമുഖ പ്രതിഭയാണ് ഡോക്ടർ അച്യുത് ശങ്കർ S. നായർ. എഞ്ചിനീയർ, സംഗീത ഗവേഷകൻ, ബയോമെഡിക്കൽ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മുതൽ നിർമ്മിത ബുദ്ധി വരെയുള്ള നൂതന ഗവേഷണങ്ങളുടെ മുൻനിര തേരാളിയുമായ ഡോക്ടർ അച്യുത് ശങ്കറിന് ഡോക്ടർ വല്യത്താനുമായുള്ള ബന്ധം സീമാതീതമാണ്. ഡോക്ടർ വല്യത്താന്റെ കർമ്മവഴികളെക്കുറിച്ചും ജീവിത വഴികളെക്കുറിച്ചും അനുസ്മരിക്കുകയാണ് ഡോക്ടർ അച്യുത് ശങ്കർ. ഇവിടെ ഡോക്ടർ രാമൻകുട്ടി പറഞ്ഞ വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ ഗോപികമാർക്ക് തോന്നും അവരോടാണ് ഇഷ്ടം, പക്ഷെ കൃഷ്ണൻ പല ഗോപികമാരുടെ പുറകെ പോവുകയാണെന്ന്. അതേ മെറ്റഫർ വേറൊരു അർത്ഥത്തിലും ഡോക്ടർ വല്യത്താനെ കുറിച്ച് പറയാം. ഈ അങ്ങനെ പോകുന്ന കാരിസ്മ ഉള്ളവർക്കാണ് നമുക്ക് തോന്നും. ഈ ഗോവിന്ദപിള്ളയെ കുറിച്ച് ഇതേ കാര്യം ഒരു പ്രസംഗത്തിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നി അദ്ദേഹത്തിന് എന്നോട് പ്രത്യേകം മമതയായിരുന്നു തോന്നി. പിന്നെയാണ് അറിയുന്നത് അത് എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്, അവരോട് പ്രത്യേക മമതയാണ്. പക്ഷെ പ്രൊഫസർ വല്യത്താനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വിഷയങ്ങളെ സംബന്ധിച്ച്, വിഷയം എന്ന് പറഞ്ഞ വാക്കിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട് കൃഷ്ണനായിട്ട് ബന്ധപ്പെട്ട്. അദ്ദേഹം എല്ലാ വിഷയങ്ങളെയും ഗോപികമാരെ കൃഷ്ണൻ പ്രണയിച്ചതുപോലെ പ്രണയിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത വിഷയമൊന്നുമില്ല. എല്ലാ വിഷയത്തിലും അദ്ദേഹത്തിന് സമയം ഉണ്ടായിരുന്നു. ജീവിച്ചിരുന്ന അദ്ദേഹം ഏത് വിഷയം വേണം അത് കൂടുതൽ താല്പര്യത്തോടെ പഠിച്ചെടുത്തതിന് അങ്ങനെ എനിക്ക് അനുഭവമുള്ളത് ഞാൻ പറയുകയും ചെയ്യും. അദ്ദേഹം ഒരു ഇന്റർ ഡിസിപ്ലിനറിയൻ ഹെഡ് ഓഫ് സയൻസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നോക്കിയോ, അദ്ദേഹം മദ്രാസ് IIT മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിനകത്ത് ബയോമെഡിക്കൽ ഡിവിഷന്റെ അകത്ത് വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് പ്രവർത്തിച്ചു. എപ്പോഴാണിത്? മേ ബി ഏർലി 1970s or before 1970s. അൺബിലീവബിൾ. അവിടെ നിന്ന് ഡോക്ടർമാരെയൊന്നും ആ വാർഡിലോട്ട് അവർക്ക് യാതൊരു ബന്ധമില്ല. ഇവർ തമ്മിൽ സംസാരിക്കാനുണ്ട്. അങ്ങനെയാണ് അവരുടെ എത്തോസ് ആർ വെരി ഡിഫറെന്റ്. ഗവേഷണത്തിനെ കുറിച്ച് പറഞ്ഞത്, ഗവേഷണത്തിന് വേണ്ടി പൈസ ചെലവാക്കിയാൽ ബാഡ്ജ് വെക്കുന്ന ആൾക്കാരാണ് ഡോക്ടേഴ്സ് എങ്കിൽ മറ്റ് ശാസ്ത്ര മേഖലയിലൊക്കെ അവർക്ക് ഗവേഷണം മതി, പഠിപ്പിക്കേണ്ട എന്നാണ് അവരുടെ ഒരു പ്രത്യേക താല്പര്യം. ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ പ്രസിഡന്റ് രാജിവെക്കുന്നത്, പുതിയ പ്രസിഡന്റ് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ പ്രൊഫസർമാരും പഠിപ്പിക്കുന്നില്ല, എല്ലാവരും ഗവേഷണം എന്ന് പറഞ്ഞ് നടക്കുക, എല്ലാവരും ക്ലാസ്സിൽ പോകണമെന്ന് പറഞ്ഞു. അത് അവിടുത്തെ പ്രൊഫസർമാർക്ക് ആരും പിടിച്ചില്ല, അവർ പ്രതിഷേധിച്ചു, ചിലർ രാജിവെച്ച് പോയി, അവസാനം പ്രസിഡന്റ് രാജിവെക്കുന്നു. അപ്പൊ ഒരിടത്ത് ഗവേഷണത്തിന് പ്രാമുഖ്യവും അതൊരു പ്രൗഢിയായിട്ട് കരുതുകയും ബാക്കിയുള്ള സ്ഥലത്ത് എനിക്ക് തോന്നുന്നത് തെറ്റല്ല. ഡോക്ടർമാരുടെ മുമ്പിൽ ഒരു പിടയ്ക്കുന്ന രോഗി വരുന്നു, അപ്പുറത്തൊരു ഗവേഷണ പ്രവർത്തനം വരുന്നു, അവർ ഏതെങ്കിലും പുറകെ പോകണം. നമ്മുടെ ഒരു അസുഖമായിട്ട് ചെല്ലും ഞാൻ കുറച്ച് ഗവേഷണം ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഒക്കില്ലല്ലോ. ഇപ്പൊ ഡോക്ടർമാരുടെ ഒരു പ്രസ്സിംഗ് നീഡുള്ള ഒരു പ്രൊഫഷനാണ്, അതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത്. അതിനിടയിൽ നിന്നുകൊണ്ട് ഇവിടെ സാറ് പറഞ്ഞു ഏറ്റവും അവസാനം റിട്ടയർ ചെയ്യുന്ന ദിവസം വരെ 2 സർജറി ആഴ്ചയിൽ ചെയ്യുക, അതിനോടൊപ്പം മറ്റു വിഷയങ്ങൾ പഠിക്കുക, ഗവേഷണം ചെയ്യുക, വികസനം നടക്കുക. അഭൂതപൂർവമായിട്ടുള്ള കാര്യമാണ്. ഞാൻ മനസ്സിലാക്കി ഇപ്പോഴത്തെ ഡയറക്ടർ ഡോക്ടർ സഞ്ജയ് ബിഹാരി ഡസ് 1 സർജറി ഈ ട്രഡീഷൻ ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഇനി അത് രണ്ടാമത് അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ള ഇവിടെ ഡോക്ടർ രാമൻകുട്ടി പറഞ്ഞ കഥ ഞാനും അദ്ദേഹത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ചെറിയൊരു പാഠഭേദം ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ സ്ഥാപനത്തിന് കേരള യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷന് ലഭിച്ചു. ചെന്നപ്പോ അദ്ദേഹം അതിനെ ഒരു ഡീൻ യൂണിവേഴ്സിറ്റി എന്നല്ല ആദ്യം അദ്ദേഹം ഉദ്ദേശിച്ചത് ഓട്ടോണോമസ് കോളേജ് എന്നാണ്. ഇപ്പൊ ആ പേര് നമുക്കറിയാം, നമ്മൾ അടുത്തിടയ്ക്ക് പേരൊക്കെ കേൾക്കാൻ തുടങ്ങി. ഡോക്ടർ വല്യത്താൻ ഇത് 1970കളിൽ കേട്ടു. അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിലോട്ട് പോയി അവിടുത്തെ വൈസ് ചാൻസലറെ കണ്ടു. അന്നത്തെ വൈസ് ചാൻസലർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ സർ സി വി രാമന്റെ PhD വിദ്യാർത്ഥിയായിരുന്ന ഡോക്ടർ RS കൃഷ്ണൻ. അപ്പൊ ഈ വൈസ് ചാൻസലർമാർക്ക് പ്രത്യേക ഒരു അധികാരമുണ്ട്, 1213 എന്നാണ് പറയുന്നത്, ആ സെക്ഷന്റെ നമ്പറാണ്. സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ ഒരു ഭീമമായ ഒരു സമിതി നിലവിലില്ലാത്ത സമയം ആ അധികാരമല്ല ഇദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ്, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഉപയോഗിക്കാം.
അത്യാവശ്യത്തിന് കണ്ടാൽ ഉപയോഗിക്കാം. അത്യാവശ്യം ആരാണ് അത് അദ്ദേഹം തന്നെ കണ്ടാൽ അദ്ദേഹത്തിന് ഉപയോഗിക്കും. അദ്ദേഹം അത് ഉപയോഗിച്ച് ഇതിനെ ഒരു ഓട്ടോണോമസ് കോളേജ് ഓഫ് കേരള യൂണിവേഴ്സിറ്റി എന്ന് ഒരു തീരുമാനം എടുക്കുകയും ആ തീരുമാനം ഇദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു എന്നാണ് എന്നോട് ചാർലി യാത്ര ചെയ്തപ്പോൾ പറഞ്ഞത്. അങ്ങനെ അറിയിച്ചപ്പോ അത് കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗം കൂടി. അപ്പൊ ഈ അധികാരം ഉപയോഗിച്ചാൽ അത് സിൻഡിക്കേറ്റ് അറിയിക്കണം. ഞാൻ നിങ്ങളുടെ അധികാരം എടുത്ത് ഉപയോഗിച്ചു, നിങ്ങൾക്ക് തർക്കം വല്ലതും ഉണ്ടോ എന്ന് പിന്നീട് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്ത് അവർ ആരുടെ ദേശീയ അധികാരം ഉപയോഗിച്ചു, ഇതെന്താ ഈ ഇവർക്ക് ഓട്ടോണമസ് കോളേജ് കൊടുക്കാൻ അങ്ങനെ കൊടുക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞ് ആ തീരുമാനം റദ്ദാക്കി ആ സമിതിയിൽ വെച്ച്. നമ്മൾ കരുതുന്ന ഇതെല്ലാം വളരെ മോശമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് കേരളത്തിനോട് ചെയ്ത ഏറ്റവും മഹത്തായ കാര്യമാണ് ഈ റദ്ദാക്കൽ. അല്ലെങ്കിൽ അവിടുത്തെ സിൻഡിക്കേറ്റിലെ 25 പേര് തന്നെ മോളിൽ ഇപ്പൊ ഇരുന്നതിന് അവര് ഭരിച്ചുകൊണ്ടിരുന്നത്. അത്തരത്തിലൊരു വീക്ഷണം, ഒരു സ്ഥാപനം സ്വതന്ത്രമായിട്ട് ആ ആൾക്കാരെ വിശ്വാസത്തിൽ എടുക്കുക, എല്ലാവരും നിയന്ത്രിക്കുക. ഞാൻ മോളിൽ കയറി ഇരുന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു നോക്കാം, നിങ്ങളുടെ തലയുടെ മോളിൽ കയറി ഇരിക്കാം, വേതാളത്തിനെ പോലെ ഇരിക്കാം എന്ന് കരുതുന്ന അതിൽ നിന്ന് എത്രയോ കാലത്തിന് മുമ്പ് അദ്ദേഹം അതിൽ നിന്ന് മോചനം നേടി. അപ്പൊ ഇവിടെ പറയാതിരിക്കാൻ വയ്യ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ അദൃശ്യകരങ്ങളെ ഒരാളുടെ പേര് പറഞ്ഞു, ഡോക്ടർ ഗോപാലകൃഷ്ണനോട് പേര് പറഞ്ഞു. പക്ഷെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ സി അച്യുതമേനോൻ തന്നെ ആയിരുന്നു അദ്ദേഹത്തിന്റെ രക്ഷാ കവചം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹത്തിനെതിരായിട്ട് ഒരുപാട് ആക്രമണങ്ങളും അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിൽ വരെ പോസ്റ്റർ എഴുതി കൊണ്ടുവയ്ക്കുകയും ശല്യം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം അദ്ദേഹം പറഞ്ഞ് ഈ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള ഭയവും ഉണ്ടാകേണ്ടി വന്നില്ല എന്ന് ഞാൻ അദ്ദേഹമായിട്ട് സംഭാഷണം നടത്തി പറഞ്ഞു. പിന്നീട് ഞാൻ ഇദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത് എനിക്കൊരു അവാർഡ് ലഭിക്കുകയുണ്ടായി. ആ അവാർഡ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ സ്വീകരിച്ചു, വക്കം മൗലവി ഫൗണ്ടേഷന്റെ ഒരു അവാർഡ്. അതിനുശേഷം ഞങ്ങൾ അതിലൊരു സൗഹൃദം സ്വാഭാവികമായിട്ടും ഉണ്ടായി. ഞാൻ അദ്ദേഹത്തിനെ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ വിളിച്ചുകൊണ്ട് വരികയും വിളിച്ചുകൊണ്ട് വന്ന ദിവസം ഒരുപാട് സംസാരിക്കാൻ കൊണ്ടുവന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ അദ്ദേഹത്തിന്റെ വിഷയം ഇവിടെ സംസാരിച്ചു. പിന്നെ ആയുർവേദത്തിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. അതെങ്ങനെ വന്നു എനിക്ക് എന്റെ പശ്ചാത്തലമൊന്നും അറിഞ്ഞില്ല. പക്ഷെ ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ താല്പര്യമാണ്. അപ്പൊ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഗവേഷണം ചെയ്തിട്ടുള്ള ആളാണ്. 2 PhD പറഞ്ഞ പോലെ ഞങ്ങൾ 2 രസായനങ്ങളുടെ എഫക്റ്റ് സ്റ്റഡി ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടുള്ള പഠനമാണ്. അതുപോലെ ആയുർവേദത്തിൽ അല്ലെങ്കിലും നമ്മുടെ തിരുവനന്തപുരത്തെ പ്രത്യേക ഔഷധ ചെടിയായ ആരോഗ്യ പച്ചയുടെ ഹോൾ ജിനോം സീക്വൻസ് ചെയ്ത് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിന് കുറച്ച് ചെറിയ എളിയ സംഭാവന ചെയ്ത ഒരു വകുപ്പാണ്. ഞങ്ങൾ ആയുർവേദത്തിലെ ഓരോരോ ചെടികളെ എടുത്തിട്ട് അതിൽ പരാമർശിക്കപ്പെടുന്ന ചെടികളെ എടുത്തിട്ട് അതിനെക്കുറിച്ച് വേദ ഉപനിഷത്തുകൾ മുതൽ ജിനോം സീക്വൻസ് വരെ ഉള്ള എല്ലാ തലത്തിലുമുള്ള വിജ്ഞാനം ഒരുമിച്ച് ശേഖരിച്ച് അതിനെ ഒരു ആയുർ ഇൻഫർമാറ്റിക്സ് ബുള്ളറ്റിൻ എന്ന് പറഞ്ഞിട്ട് ബുള്ളറ്റിനായിട്ട് പ്രസിദ്ധീകരിക്കുകയായിരുന്നു. 3 ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചു. അപ്പൊ അതിന് കോളത്തിനെ കുറിച്ച് പ്രസിദ്ധീകരിച്ച ബുള്ളറ്റിൻ അദ്ദേഹം വന്നാണ് അത് റിലീസ് ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങൾ അതിന്റെ സംസാരം. അതിനുശേഷം അദ്ദേഹത്തിന് എല്ലാ വിഷയത്തിലും താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് കവിതയിൽ താല്പര്യം ഉണ്ടായിരുന്നു, സംഗീതത്തിൽ താല്പര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം പുല്ലാമ്പുഴയിൽ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എനിക്കിത് സംഗീതത്തിന്റെ ശല്യമുള്ള ആളാണ്. ഞാന് കേരള യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു 48 വയസ്സായപ്പോൾ ഒരു അഡ്വഞ്ചർ കാണിക്കുകയുണ്ടായി. ഞാൻ രണ്ടാമതൊരു PhD സംഗീതത്തിൽ ചെയ്യാൻ ശ്രമിച്ചു. അത് വലിയ തർക്ക വിഷയമായി. ക്യാമ്പസ് അടച്ചിട്ടു ഒരു ദിവസം. എനിക്ക് PhD കൊടുക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, രജിസ്റ്റർ ചെയ്യാൻ സമ്മതിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷെ ഇവിടെ സാറിനെ പറ്റി പറഞ്ഞ കേട്ടപ്പറ്റി നിർദ്ദേശം തോന്നി. സാറ് വിചാരിച്ചാൽ നടക്കുന്നു. സാറിനെ കുറിച്ച് ഞാനും വളരെ പഠിച്ചതിന് ശേഷമാണ് എനിക്ക് മുന്നോട്ട് പോയത്. കാരണം എനിക്ക് മ്യൂസിക്കിൽ MA ഇല്ല. അപ്പൊ സാധാരണ ആൾക്കാർ കേട്ടാൽ എനിക്ക് MA ഇല്ലാത്ത ആൾക്ക് PhD കൊടുക്കും. അപ്പൊ ഇതിന്റെ സമരം നടന്നവരോട് ഞാൻ പറഞ്ഞു, എന്റെ അഭിപ്രായം MA ഇല്ലാത്തവർക്ക് PhD കൊടുക്കാൻ പാടില്ല എന്ന്. പക്ഷെ നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ പോരാ, നിയമത്തിൽ എഴുതി വെക്കണം. നിയമത്തിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു ആർക്കും വേണം PhD എടുക്കാം. അത് ചായയും വടയും നിന്ന് TAവിൽ എഴുതി ഒപ്പിട്ടിട്ട് നിയമം പാസ്സാക്കി വെച്ചിട്ട് പിന്നീട് ഇനി പരിതപിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ നിയമത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. മാത്രമല്ല അത് പറഞ്ഞിട്ടുണ്ട്, അതൊരു നല്ല നിയമമാണ് എന്റെ അഭിപ്രായം. നിങ്ങളൊരു എൻട്രൻസ് പരീക്ഷ എഴുതണം. ആ പരീക്ഷയ്ക്ക് പാസ്സായാലേ PhD ചെയ്യാൻ പോകും. ഡിഗ്രി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ചിലപ്പോൾ ഡിഗ്രി ഉള്ളവർ എഴുതിയാലേ എൻട്രൻസ് പാസ്സാവും. അപ്പൊ ഞാൻ എൻട്രൻസ് പരീക്ഷ എഴുതി 47 MA വിദ്യാർത്ഥികളോടൊപ്പം എഴുതി. ഞാൻ 3ാം റാങ്കിൽ ആ പരീക്ഷ പാസ്സായിട്ടാണ് ഞാൻ രജിസ്ട്രേഷൻ ചെയ്തത്. എന്തായാലും രജിസ്ട്രേഷൻ ചെയ്തു. ഞാൻ PhD ചെയ്തു. എന്റെ PhDക്ക് അർഹമായിട്ടുള്ള അംഗീകാരം സമൂഹം എനിക്ക് തന്നു. ഞാൻ മദ്രാസ് മ്യൂസിക് അക്കാദമിയിൽ ഇൻവൈറ്റഡ് 2 കൊല്ലം ഞാൻ പോയി പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ബാംഗ്ലൂര് ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ ആർട്സിൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. കലാക്ഷേത്രത്തിൽ പ്രഭാഷണം നടത്തി. പക്ഷെ ഞാൻ PhDയുടെ ഓപ്പൺ ഡിഫൻസ് ചെയ്തപ്പോൾ അത് യൂട്യൂബിൽ, എന്റെ മകൻ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു.
സാധാരണ PhD-യുടെ ഓപ്പൺ ഡിഫൻസ് കേൾക്കാൻ ഇത്രയും പേരെ വരുള്ളൂ. ഓപ്പൺ ഡിഫൻസ് കഴിഞ്ഞാൽ നല്ല ചാപ്പാട് കാണും, അതുകൊണ്ട് എല്ലാവരും അത് കഴിച്ചിട്ട് പോകും. നമ്മൾ ചെയ്യുന്ന എല്ലാം വളരെ ഗംഭീരമാണെന്ന് എല്ലാവരും പറഞ്ഞിട്ട് പോകും. പക്ഷെ ഞാൻ ഓപ്പൺ ഡിഫൻസ് നടത്തിയത് യൂട്യൂബിൽ ഇട്ടതുകൊണ്ട് അത് 7000 പേര് കണ്ടു ഓവർ പീരീഡ് ഓഫ് ടൈം. സാർ അത് കണ്ട ഉടനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തതിന്റെ പ്രത്യേകത എന്താ, ഞാൻ സയൻസ് ഒക്കെ പഠിക്കുന്ന ആളെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ കമ്പ്യൂട്ടർ ശാസ്ത്രം ഉപയോഗിച്ച് സംഗീതവുമായി ബന്ധപ്പെട്ടൊരു പ്രവൃത്തി ചെയ്തത്. പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ, ഞാൻ സ്വാതിരുന്നാളിനെ കുറിച്ചിട്ടാണ് എൻ്റെ ഗവേഷണം. അതിന്റെ ചരിത്രപരമായിട്ടൊരു ഭാഗമുണ്ട്. അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് ചില കീർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെതാണോ എന്നുള്ളൊരു തർക്കം, അതിനെക്കുറിച്ച് പലരും സംസാരിക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ ഒരു വളരെ ശാസ്ത്രീയമായ രീതിയിലൂടെ അത് പരിശോധിച്ചു. ഇദ്ദേഹത്തിൻ്റെതാകാൻ സാധ്യതയുണ്ട്. നമ്മളൊരു എഴുതിയിരിക്കുന്നതാണെങ്കിലും പാടിയിരിക്കുന്നതാണെങ്കിലും എല്ലാം അതൊരാളുടേതാണോ എന്നറിയാനായിട്ട് ചില ആളുകൾ നമുക്ക് കണ്ടെടുക്കാനായിട്ട് സാധിക്കും. അത് ചരിത്രപരമായിട്ട് ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചില കാര്യം പറയാം, അല്ലെങ്കിൽ മെഷേഴ്സ് ഉപയോഗിച്ച് പറയാം. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഒരാളുടെ പാട്ട് കേൾക്കുമ്പോൾ അയാൾ ഏത് നാട്ടിലുള്ളതാണെന്ന് അറിയാൻ പറ്റും. അയാൾ എഴുതിയ പാട്ട് കേട്ടാൽ ഏത് നാട്ടിലുള്ളതാണെന്ന് പറയാൻ പറ്റും. അതിന് ചിലർക്ക് സാധിക്കും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുന്നു. നമ്മുടെ നാട്ടിലെ കവിത എഴുതുന്നതിലെ ഒരു വൃത്തത്തിന്റെ പേരാണ് കേക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക, അതാണ് അതിന്റെ സാധാരണ ഉദാഹരണമായിട്ട് പറയുന്നത്. അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക, ആ ശരീരമാണ് നമ്മൾ പാടുന്നത്. സ്വാതിരുന്നാൾ ഒരു മലയാളിയാണ്. അദ്ദേഹം ഒരു കീർത്തനം എഴുതിയിരിക്കുന്നു, നമ്മളത് കേൾക്കുന്നു. നമുക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും തോന്നുന്നില്ല. പാടുന്നതിൽ തെറ്റില്ല പ്രശ്നം. ചിലർക്ക് പ്രസംഗത്തിനേക്കാളും ഇഷ്ടപ്പാട്ടായിരിക്കും. ശങ്കര വിധിവല ശാസന നൂത ഗുണ ശങ്കുരു സദതം മേ സാരസനാഭശൗ രേ പങ്കജ ലോചന. ഇത് പാടുമ്പോൾ നമുക്കാർക്കും കേക എന്ന് തോന്നാറില്ല. പക്ഷെ പാട്ട് അറിഞ്ഞുകൂടാത്ത ഒരാളെടുത്ത് കൊടുത്തിരുന്നു ചൊല്ലാൻ പറഞ്ഞു നോക്കും. ശങ്കര വിധിവല ശാസന നുത ഗുണ ശങ്കുരു സദതമേ സരസനഭ ശൗര്യ എന്നാണ് അതിലെ വരികൾ കിടക്കുന്നത്. അതുപോലെ മലയാളിക്ക് വേറെ വളരെ സുപ്രധാനമായിട്ടൊരു കാര്യമാണ് വള്ളപ്പാട്ട്, വഞ്ചിപ്പാട്ട്. വഞ്ചിപ്പാട്ട് ലോകത്ത് എല്ലായിടത്തും ഉണ്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ പാട്ടിന്റെ പ്രത്യേകത 100 പേര് ചേർന്ന് മത്സര ബുദ്ധിയോടെ പാടാനുള്ള പാട്ടാണ് നമ്മുടെ വഞ്ചിപ്പാട്ട്. സാഹിത്യത്തിനുണ്ട് വഞ്ചിപ്പാട്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇത് മിസ്റ്റർ ബീൻ എന്ന് പറഞ്ഞ സീരിയൽ കണ്ടാൽ അതിനകത്ത് അദ്ദേഹം പാടുന്നുണ്ടത്. റോ 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 യു ബോട്ട് gently down the stream, merrily 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 life is but a dream, dim 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 the dim takita takita dim takita 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 dim. ഞാൻ അതിന്റെ താളസ് നമ്മുടെ നാളെ നമുക്കറിയാം. കുട്ടനാടൻ പുഞ്ചയിലെ പാടിയാൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സാഹിത്യത്തിന് വേറെ ജോലിയൊന്നുമില്ല. എല്ലാവരെയും കീഴടക്കി അവരുടെ കാശെല്ലാം തട്ടിപ്പറിച്ച് ചുമ്മാ ഇരിക്കുകയാണ്. അപ്പൊ വഞ്ചി ഇങ്ങനെ പതുക്കെ ഒഴുകി പോവുകയാണ്, വേറെ പണിയൊന്നുമില്ല. നമ്മള് അത്രയും ആൾക്കാർ കായിക പ്രവൃത്തിയിൽ ഏർപ്പെട്ട് 100 പേര് മത്സര ബുദ്ധിയോടെ തുഴയുന്നതാണ് വഞ്ചിപ്പാട്ട്. ഭയങ്കര ഊർജം തുളുമ്പുന്ന പാട്ടാണ്. സ്വാതിരുന്നാളിന്റെ ഒരു വളരെ പ്രശസ്തമായിട്ടൊരു ഗാനം, നവരാത്രിക്ക് ആദ്യത്തെ ദിവസം പാടുന്ന പാട്ടാണ്. ദേവമകുട മണി ദേവി ശ്യാമല പാദേ. ശങ്കരാഭരണം എന്ന് പറഞ്ഞ രാഗത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് ദേവി ജഗജനനി. അതില് ഈ വൃത്തത്തിൽ നമുക്ക് വഞ്ചിപ്പാട്ട് വൃത്തത്തിൽ അത് പാടാൻ സാധിക്കും എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മലയാളി എഴുതിയതാണ്. മലയാളി എഴുതിയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതുപോലെ എല്ലാവരും കേട്ടുള്ള പ്രശസ്തമായിട്ടത് ഗോവീന്ദ്രശായിനം ഒരു കുശലതായിനം. അത് സോണീന്ദ്ര പത്നിയുടെ വാണി നിശമ്യം പുനരേണി വിലോചന നടുങ്ങി എന്ന വരിയായിട്ട് എത്രയോ സാമ്യങ്ങൾ. ഇത് പുറത്ത് തമിഴം വന്ന് എഴുതി എന്ന് പറഞ്ഞാൽ നമുക്ക് അത് സങ്കല്പിക്കാൻ ഒക്കുന്നില്ല. ഇതെല്ലാം സാധാരണ നടക്കുന്ന ചർച്ച. പക്ഷെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സ്വാതിരുന്നാളിന്റെ കീർത്തനങ്ങളുടെ ശൈലി വലിച്ചെടുത്ത് ആ ശൈലി തന്നെയാണോ ഈ തർക്കമുള്ള കീർത്തനങ്ങൾ തന്നെ ഞാൻ പരിശോധിച്ചു. അതാണ് എന്റെ ഗവേഷണം. പ്രസിദ്ധീകരിച്ചു.
അപ്പൊ അദ്ദേഹം ഇത് കേട്ടതിന് ശേഷം എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, എഴുതിയിട്ടുള്ള 3 പ്രശസ്തമായ പുസ്തകം ഇവിടെ പറഞ്ഞു, ലെഗസി ഓഫ് ചരക, ലെഗസി ഓഫ് സുശ്രുത, ലെഗസി ഓഫ് വാഗ്ബൺ. ഈ വാഗ്ബണനെ സംബന്ധിച്ച് 2 പുസ്തകം, അഷ്ടാംഗ ഹൃദയം, അഷ്ടാംഗ സംഗ്രഹം. ഒരെണ്ണം സമ്മറി എന്നാണ് പേര് കേട്ടാൽ നമുക്ക് മനസ്സിലാകുന്നത്, പക്ഷെ അതിന്റെ നീളം വെച്ചിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അതിന്റെ ഉള്ളടക്കം വെച്ചിട്ട് അതൊരു സമ്മറിയാന്ന് പറയുന്നത്. അപ്പൊ ഇത് 2 പേര് എഴുതിയതാണോ ഒരാൾ എഴുതിയതാണോ എന്ന് ഏകദേശം 400 വർഷമായിട്ട് ചർച്ച നടക്കും. ഒരുപാട് പണ്ഡിതന്മാർ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 2 സൈഡും വളരെ പ്രബലമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇങ്ങനെ മാറി നിൽക്കുന്നതല്ലാതെ നമുക്കൊരു കൺക്ലൂഷൻ എത്താൻ സാധിക്കില്ല. അദ്ദേഹം എന്നോട് ചോദിച്ചു, എനിക്ക് നിങ്ങളുടെ വർക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഈ 2 ഗ്രന്ഥം വായിച്ച് അതിന്റെ ശൈലി എന്താ തിരിച്ചറിഞ്ഞിട്ട് ഒരാൾ എഴുതിയതാവാനാണോ സാധ്യത, 2 ആൾ എഴുതിയതാണോ സാധ്യത എന്ന് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. 2020 അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു ഏത് വിഷയത്തിനോടും പറഞ്ഞു. അദ്ദേഹം അത് മുഴുവൻ നമ്മുടെ കേട്ടു. കോവിഡ് സമയമാണ്, ഓൺലൈൻ മീറ്റിംഗിലാണ് അദ്ദേഹം മണിക്കൂറോളം നമ്മുടെ അടുത്ത് സംസാരിച്ച് ഇതിനെ. എന്നിട്ട് അദ്ദേഹം കാശിയിൽ നിന്ന് ആ പുസ്തകങ്ങൾ മുഴുവൻ, ബനാർസി ദാസ് ഗുപ്ത എന്ന് പറഞ്ഞ അവരുടെ പബ്ലിക്കേഷൻ മുഴുവൻ പുസ്തകവും എനിക്ക് അയച്ചു തന്നു, ഒറിജിനൽ വിത്ത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അതിന് പുറമെ ഈ വാഗ്ബടന്റെ കൃതികളുടെ സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് അത് കിട്ടിയാലേ നമുക്ക് കമ്പ്യൂട്ടർ വെച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് മുഴുവൻ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു അടിക എന്ന് പറഞ്ഞിട്ട് പ്രൊഫസറൊക്കെ ഉണ്ട്, അത് മുഴുവൻ ചെക്ക് ചെയ്യിപ്പിച്ച് ടൈപ്പ് ചെയ്ത് ചെക്ക് ചെയ്ത് എനിക്ക് അയച്ചു തന്നു. ഞാൻ എൻ്റെ 2 ഗവേഷക വിദ്യാർത്ഥികൾ, നീനു വിനോദ്, പിടിക്കനും 2 PhD വിദ്യാർത്ഥികൾ, അവരെയും കൂടെ ഉൾപ്പെടുത്തി ഒരു പ്രോജക്റ്റായിട്ട് ഞങ്ങളിത് പരിശോധിച്ചു. ഏകദേശം 2 വർഷത്തോളം സാറുമായിട്ട് നിരന്തരം അതിന്റെ പേരിൽ സംസാരിച്ചു. അതിനുശേഷം ഞങ്ങളൊരു കണ്ടുപിടുത്തത്തിലെത്തി, അത് 2 പേര് എഴുതിയതാകാനാണ് സാധ്യത എന്നാണ് നിർമ്മിത ബുദ്ധിയുടെ ഉത്തരം. അപ്പൊ അത് വെച്ചിട്ട് ഒരു പ്രബന്ധം ഉണ്ടാക്കി. ആ പ്രബന്ധം ഞങ്ങൾ ഒരു ജേണൽ ഓഫ് ഹിസ്റ്ററി ഓഫ് സയൻസ് എന്ന ജേണലിനായി. ആ ജേണലിൽ നിന്ന് അത് അക്സെപ്റ്റ് ചെയ്ത് മറുപടി വന്ന് ഞാൻ അദ്ദേഹത്തിന് വിളിക്കുകയും അദ്ദേഹം ഈ 2 കുട്ടികളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടൊരു മെസ്സേജ് അയക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാറിന്റെ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു സംസ്കൃത ശ്ലോകത്തിന്റെ ഒരു വരി പറഞ്ഞു, ഒരു വൃദ്ധൻ ഊന്നുവടിയുമായി നടന്നകലുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞ വരിയുടെ ആ ശ്ലോകത്തിന്റെ അവസാനം. അദ്ദേഹം അസുഖം ഉണ്ടെന്നൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അത് കഴിഞ്ഞൊരു 1 മാസം കഴിഞ്ഞിട്ട് അദ്ദേഹം കഴിച്ചു. ഞാൻ ഉടനെ എഡിറ്റൊക്കെ എഴുതി, അദ്ദേഹത്തിന്റെ മരണം അറിഞ്ഞു കാണുമല്ലോ, ഈ ജേണലില് ഒരു പ്രത്യേക കൺസിഡറേഷനിൽ അദ്ദേഹത്തിന്റെ പേരും കൂടെ ചേർത്ത് തന്നെ ആ പ്രബന്ധം പ്രസിദ്ധീകരിക്കണം. അദ്ദേഹം എന്റെ വൺ ഓഫ് ദി ഓതേഴ്സ് ആണ്. ഇതാണ് അദ്ദേഹമായിട്ട് എനിക്കുണ്ടായിരുന്ന ഒരു അനുഭവം. അദ്ദേഹത്തെ പോലുള്ള മനുഷ്യര് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു, ഇപ്പൊ ഡോക്ടർ രാമൻകുട്ടി പറഞ്ഞു, അദ്ദേഹത്തെ പോലെ ഒരാൾ വരാൻ ഇനി നമ്മൾ ഒരുപാട് കാത്തിരിക്കണം. എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല, അദ്ദേഹത്തെ പോലെ ഒരുപാട് പേരെ ഇല്ലാതാക്കിയിട്ടുള്ള സ്ഥലമാണ് ഒരുപാട് പേര്. നമുക്കറിയാം, നമ്മുടെ നാട്ടില് ടെക്നോ പാർക്ക്, തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക്, ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ തൊട്ട് ചേർന്നാണ് ടെക്നോ പാർക്ക്. ഈ ടെക്നോ പാർക്കിൽ നിന്ന് കയറി നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലോട്ട് നടന്നാൽ എന്താണ് അനുഭവം എന്ന് ചോദിച്ചാൽ, ഈ പുറത്തോട്ടുള്ള വിദേശത്തുള്ള ചില പ്ലെയിനിൽ കയറിയാൽ അതിന് ആദ്യം കയറുമ്പോൾ നമുക്ക് വളരെ സന്തോഷമായിരിക്കും. ബാക്കി സീറ്റൊക്കെ ഭയങ്കര കുഷനൊക്കെ വെച്ച് വളരെ രീതിയുള്ളൂ. അപ്പൊ നമ്മുടെ നിങ്ങളുടെ സീറ്റ് ഇവിടെ അല്ല, പുറകോട്ടാണ്. എക്കോണമി ക്ലാസ് ഉണ്ട് പുറകെ, ഇത് എക്സിക്യൂട്ടീവ് ക്ലാസ്. ടെക്നോ പാർക്കിനകത്തൂടെ കയറി കേരള യൂണിവേഴ്സിറ്റിക്ക് അകത്തോടെ വരെ നമുക്ക് തോന്നുന്നത് എങ്ങനെയാണ്, നമ്മൾ ആദ്യം ഒരു എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ കൂടെ പോയിട്ട് അവസാനം എക്കോണമി ക്ലാസ്സിൽ പോകും. കാലൊക്കെ മുറുക്കി ഇങ്ങനെ സ്ഥലം പ്രയോഗിച്ചിരിക്കേണ്ടി വരുന്ന സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. ഇവിടെ മുതലാളിത്തത്തിനെതിരെ പ്രതികരണം ഉണ്ടാകുമ്പോൾ ക്യാമ്പസ് അടച്ചിട്ട് ആർക്കും അത് കയറാറില്ല. മറ്റിടത്താണ് ശരിക്കും മുതലാളിത്തം ഇരിക്കുന്നത്. അതായത് യൂണിയനുകളില്ലാതെ വിദേശത്തുള്ള സാഹിത്യത്തിന്റെ ലാഭത്തിന് വേണ്ടി ആ ജോലിയുടെ ഡിഫറൻഷ്യൽ വെച്ചിട്ട് ആൾക്കാർക്ക് ജോലി കൊടുത്ത് അവര് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലം. അവിടെ സമരമില്ല, അത് അടച്ചിട്ടില്ല. ഈ എന്തുകൊണ്ട് ഈ സ്ഥാപനം ഉണ്ടായെന്ന് ചോദിച്ചാല്, എന്റെ അറിവില് നമ്മുടെ ടെക്നോ പാർക്കിന്റെ CEO ആയിരുന്ന ശ്രീ വിജയരാഘവൻ, അദ്ദേഹം ഡോക്ടർ വല്യത്താന്റെ തുല്യനല്ലെങ്കിലും അതുപോലെ വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കിയാണ്. അദ്ദേഹം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ E.K. നായനാരെ കൊണ്ട് അമേരിക്കയിൽ പോയപ്പോൾ ഒരു അവിടുത്തെ യൂണിവേഴ്സിറ്റി സന്ദർശിച്ചു. അതിനോട് ചേർന്നിരിക്കുന്ന ആപ്പിളിന്റെ ഫാക്ടറി സന്ദർശിച്ചു, സിലിക്കൺ വാലി. നമുക്കറിയാം, ബഹുമാനപ്പെട്ട നായനാർ വളരെ തമാശപ്രിയനാണെന്ന് അറിയാം. അദ്ദേഹത്തിന് രാവിലെ പറഞ്ഞു, നമുക്ക് ആപ്പിൾ ഫാക്ടറി സന്ദർശിക്കാൻ പോകുന്ന പറഞ്ഞ് അദ്ദേഹം ചോദിച്ചു, ആപ്പിളിന് എന്തിനാണോ ഫാക്ടറി, അത് മരത്തിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാലും അദ്ദേഹം അവിടെ പോയി.
വിജയരാഘവന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുള്ള കാര്യമാണ് ഞാനുമായിട്ട് ബന്ധമുള്ളത്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം കണ്ടു അവിടെ ഒരുപാട് സ്ത്രീകൾ നിന്ന് കമ്പ്യൂട്ടർ അസംബിൾ ചെയ്തു. അദ്ദേഹം വിചാരിച്ചിരുന്നത് ഈ കമ്പ്യൂട്ടർ തൊഴിൽ വിഴുങ്ങുന്ന ഒരു യന്ത്രമാണെന്നുള്ളത്. കണ്ട ഉടനെ അദ്ദേഹത്തിന്റെ മനസ്സ് മാറി എന്നാണ് പറയുന്നത്. ഒരു സംഭവം കൂടെ ഉണ്ടായി എന്താണ്. അദ്ദേഹം അതിലൊരു സ്ത്രീയുടെ അടുത്ത് നിന്ന് ചോദിച്ചു, ഇത് എത്ര ശമ്പളം ഉണ്ടെന്ന് ചോദിച്ചു. പഠിപ്പിക്കുന്ന ആരോ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ അവര് ഉത്തരം പറഞ്ഞു. അപ്പൊ ഉത്തരം എന്താണെന്ന് വെച്ചാൽ $6 ശമ്പളം. അപ്പൊ അദ്ദേഹം കൺവെർട്ട് ചെയ്തു. 50 രൂപയും കണ്ടാണ് 350 രൂപ. ഇതാ കണ്ട 350 രൂപ മുതലാളിത്തെ ചൂഷണം എന്ന് പറഞ്ഞു. അപ്പൊ വിജയരാമൻ പറഞ്ഞു, സാർ ഇത് 1 മണിക്കൂറത്തെ ശമ്പളം. ആ ഉത്തരത്തിലൂടെ കേരളത്തിന്റെ IT ചരിത്രം മാറി. രാഷ്ട്രീയക്കാരെ നമ്മൾ വിചാരിക്കുന്നവരല്ല, അവര് വളരെ ഷാർപ്പ് അഡാപ്റ്റബിൾ ആൾക്കാരാണ്. 90% പേര് ഇല്ലാത്തവർ കാണാം. നമ്മളാണ് അവരെ വഷളാക്കുന്നത്. നമ്മൾ അവരുടെ അടുത്ത് എന്ന് പറയുന്നത് സാറ് ചെയ്യുന്ന എല്ലാം ശരി എന്ന് പറയുകയും അവരെ പൂഴ്ത്തുകയും അവരുടെ പോസ്റ്റ് വയ്ക്കുകയും ചെയ്യുന്നതിന് പകരം നമ്മൾ അവരുടെ അടുത്ത് സാർ ഇങ്ങനെ അല്ല ചെയ്യേണ്ടതെന്ന് വല്ലപ്പോഴും പറയാൻ അതൊരു റിസ്ക്കാണ്. ഇങ്ങനെ പറയുന്നത് അത്ര ആരോഗ്യത്തിന് നല്ലതല്ല. പക്ഷേ അങ്ങനെ പറയാൻ ഒരു ചെറിയ തോതിലെങ്കിലും പറയാൻ ആൾക്കാർ പുറകോട്ട് പോകുന്നതുകൊണ്ടാണ് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ. വിജയരാഘവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങനെ ചെയ്തു. പക്ഷേ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടായില്ല എന്നുള്ളതും കൂടെ ഞാൻ പറയുന്നു. അദ്ദേഹം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ചെന്നപ്പോൾ അവർ കാണിച്ചു കൊടുത്തു, പോകുന്നതാണ് സയൻസിൽ നോബൽ സമ്മാനം കിട്ടിയത്, ഇതാണ് എക്കണോമിക്സിൽ കഴിഞ്ഞ വർഷം നോബൽ സമ്മാനം കിട്ടിയത്. ഇങ്ങനെ കാണിച്ചപ്പോൾ EK നായർ ചോദിച്ചു അത്ര എപ്പോഴാണോ നമ്മുടെ സർവകലാശാലയിലേക്ക് ഇതുപോലെ വരുന്നത്. അപ്പൊ ഞാൻ ഈ സംഭവ സ്ഥലത്തില്ലായിരുന്നു. അപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു ചർച്ചയ്ക്ക് പറയുകയും ചെയ്തു. ഉണ്ടായിരുന്നെ ഞാൻ പറഞ്ഞത് സാർ ഇവിടെ ജില്ലാ കമ്മിറ്റിയുടെ മെമ്പർ അല്ല ഈ യൂണിവേഴ്സിറ്റി ഭരിക്കും, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഭരിക്കും. ഇവിടെ സാർ പറഞ്ഞ പോലെ അതിന്റെ ബോർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫുൾ ഓഫ് അവരുടെ അലുമിനിയാണ്. ആ ബോർഡിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് വളരെ പ്രഗത്ഭരായിട്ടുള്ള യൂണിവേഴ്സിറ്റി എങ്ങനെ പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കുന്ന അറിയാവുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളാരോ വേറെ മിടുക്കന്മാരാണ്. നമുക്ക് ജനാധിപത്യം അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഇതൊന്നും ആവശ്യമില്ല, വേറെ ചില രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറയുന്നു, നമ്മൾ എന്ത് നേടിയെന്ന് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. നമ്മൾ നഷ്ടപ്പെട്ട എന്താണെന്ന് ആർക്കും കാണാൻ സാധിക്കും. അതൊരു വലിയ സത്യമാണ്. നമ്മള് ഒരു MS വല്യത്താനെ കണ്ടു. എത്ര MS വല്യത്താന്മാര് വിസ്മരിക്കപ്പെട്ടു, അവർക്കൊന്നും ചെയ്യാനൊക്കാതെ പോയി, അവര് തിരിഞ്ഞു പോയി. എത്രയോ പേരുടെ പേര് പറയാറുണ്ട്. കെൽട്രോണിൽ പണ്ടൊരു വലിയ IBM വലിയൊരു സയന്റിസ്റ്റിനെ വിളിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ തീവ്രവാദിയാണ്. അങ്ങനെ വലിയ ഉദ്യോഗത്തിൽ ഇരുന്ന ആളെ ക്ഷണിച്ചു വരുത്തിയത്. അങ്ങനെ വിദ്യാഭ്യാസം രാജിവെച്ചിട്ട് തിരിച്ചു. ഇത്രയും സംഭവിച്ചു. ഇതുപോലെയൊക്കെയുള്ള ഒരുപാട് അതുപോലെ വിദേശ വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിൽ വരുന്നത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വന്നുകൊണ്ടിരുന്നത് ഇറാനിൽ ഒരുപാട് വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട്. എനിക്കൊരു PhD സ്റ്റുഡന്റ് ഉണ്ട്. അല്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാവരും കൂടെ ചേർത്ത് പേരിട്ടു, തീവ്രവാദിക്ക് പേരിട്ടു, ഇങ്ങോട്ട് വരണ്ടെന്നുള്ളതൊക്കെ. അവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ല വിദ്യാർത്ഥികളെ ഞാൻ കണ്ടിട്ടില്ല. അത്ര വളരെ നമ്മുടെ സഹകരിച്ച് പ്രവർത്തിക്കുകയും വളരെ മാന്യതയോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. പക്ഷെ എന്തെങ്കിലും ഒരു ലേബൽ കിട്ടാമെങ്കിൽ അത് പുറത്തിടുക എന്നുള്ളതാണ്. അല്ലാതെ അവർ തീവ്രമാണോ അല്ലയോ എന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ല അത് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വല്യത്താൻ സാറിനെ പോലുള്ള ഒരാളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം ഇതിനെല്ലാം മറികടക്കാനുള്ള അദ്ദേഹത്തിന് ഒരു ഗ്രിറ്റ് ഉണ്ടായിരുന്നു. അതിന് പുറമെ അദ്ദേഹത്തിന് ഭാഗ്യവശാൽ അത്തരത്തിലൊരു മെന്റർ, അവർ ഗോഡ് ഫാദർ, അതാണ് ശ്രീ C. അച്യുതമേനോൻ എനിക്ക് തോന്നുന്നു. ഈ സ്ഥാപനങ്ങളുടെ എല്ലാം തന്നെ ഞാൻ കരുതുന്നു പൊളിറ്റിക്കലായിട്ട് അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കാതെ ഇത്തരത്തിലുള്ള ഒരു നവീനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അവിടെ നടക്കില്ല. നിങ്ങൾ ഈ ഹാർട്ട് വാൽവ് എന്ന് പറയുന്നത് കണ്ടാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. ഒരു ചെറിയ ഒരു സാധനം, ഒരു റിങ്ങും അതിന്റെ നടുക്കൂടെ ഒരു കമ്പി, അതില് ഒരു ചെറിയ ഒരു തകട് പോലെ സാധനം വളരെ സ്മൂത്ത് ആയിട്ട് അതെങ്ങനെ ഇങ്ങനെ തിരിയും. ഇത്രേ ഉള്ളൂ. ഇതാണോ കണ്ടുപിടിച്ചതെന്ന് ചോദിക്കും നമ്മൾ കണ്ടുപിടിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു എഞ്ചിനീയറിംഗ് മാർവൽ മാത്രമല്ല, ഇതൊരു മെറ്റീരിയൽ സയൻസ് മാർവൽ. എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഞാനപ്പോ രണ്ടുപേർക്ക് സാറിന് മെറ്റീരിയൽ സയൻസ് അറിയാം, എഞ്ചിനീയറിംഗ് അറിഞ്ഞാൽ പോലെ മെറ്റീരിയൽ സയൻസ് കൂടെ അറിഞ്ഞാലേ ഇന്ന മെറ്റീരിയൽ മാറ്റി വേറൊന്നും ശരീരത്തിന് കേടുണ്ടാക്കാൻ പാടില്ല, ശരീരത്തിന്റെ ശ്രമങ്ങളുമായിട്ട് അത് പ്രതിപ്രവർത്തിക്കാൻ പാടില്ല, അത് കാലങ്ങൾ കഴിയുമ്പോൾ അത് ബ്രിട്ടിലാകാൻ പാടില്ല. ഇതെല്ലാം നോക്കുന്ന ഒരു കാര്യം. അപ്പൊ അതെല്ലാം ചേർത്ത സകല വിഷയങ്ങളെയും അദ്ദേഹത്തിന് ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് തോന്നുന്നു. അതാണ് അദ്ദേഹത്തിൽ കാണുന്ന പ്രതിഭയുടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു വിഷയങ്ങളെ സംബന്ധിച്ച് ശ്രീകൃഷ്ണനാണ്. വഴിയിൽ കൂടെ പോകുന്ന ഏത് വിഷയത്തിനാണോ അദ്ദേഹം പ്രണയിക്കുന്നത് അതുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. ഈ 89 വയസ്സിൽ അദ്ദേഹം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞതിനെ നോക്കി മനസ്സിലാക്കാൻ ശ്രമിച്ചു, കൗതുകം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് എന്റെ ഓർമ്മ. അപ്പൊ എനിക്ക് അദ്ദേഹത്തിന് അങ്ങനെ വ്യക്തിബന്ധമോ അദ്ദേഹം എന്നെ കുറിച്ച് എന്തെങ്കിലും ഞാൻ സവിശേഷത പറയുകയോ ഒന്നും ചെയ്ത അനുഭവം എനിക്കില്ല. എങ്കിലും അദ്ദേഹം കൊടുത്ത അവസാന ഇന്റർവ്യൂവിൽ അദ്ദേഹം ഈ കേരള യൂണിവേഴ്സിറ്റി നടന്ന ഈ വർക്കിനെ കുറിച്ചുള്ള എക്സൈറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് എനിക്ക് വളരെ വലിയൊരു അംഗീകാരം. ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ്
പറഞ്ഞുകൊണ്ട് അംഗീകാരമായിട്ട് എനിക്ക് തോന്നി. മാത്രമല്ല ഈ ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിക്കാനായിട്ട് സ്വീകരിച്ചപ്പോൾ അദ്ദേഹം കേരള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ വൈസ് ചെയർമാനെ നേരിട്ട് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, കേരള യൂണിവേഴ്സിറ്റിയിൽ there seems to be a small group which is very very good. അതുകൊണ്ട് നിങ്ങൾ അതിനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്ത് അതിനെ ഒരു ആയുർവേദിക് ഒരു ബയോളജിയുടെ ഒരു സെന്റർ ആക്കി ഉയർത്താനായിട്ട് സഹായിക്കണം. To be fair, I must say, ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ വൈസ് ചെയർമാൻ പ്രൊഫസർ രാജീവ് ഗുരുക്കൾ called me. എന്നിട്ട് പറഞ്ഞു, യു ക്യാൻ ബി വെരി പ്രൗഡ്, നിങ്ങളെ പറ്റി ഇന്ന പോലെ ഇന്ന ആൾ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ പൈസയും തന്നില്ല. അതുകൊണ്ട് പിന്നെ ആയുർവേദത്തെ കുറിച്ച് വാക്കൊന്ന് പറഞ്ഞിട്ട് അവസാനം ഡോക്ടർ രാമകുട്ടി ഇവിടെ പറഞ്ഞു, അദ്ദേഹം ആയുർവേദം എല്ലാം തെളിഞ്ഞതാണെന്ന് ധരിച്ചില്ല. പകരം അദ്ദേഹത്തിന്റെ അന്തർവൈജ്ഞാനിക ബുദ്ധി ഉപയോഗിച്ച് അദ്ദേഹത്തിന് മനസ്സിലായി ആയുർവേദം മോഡേൺ സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ സ്ട്രോങ് ഹൈപ്പോത്തിസിസ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള നമുക്ക് പരിശോധിക്കണം എന്നുള്ളത്. പരിശോധിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് ആധുനിക ലോകം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ അതിന് കുഴപ്പമുണ്ട്. ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ, ശാസ്ത്രീയമായി തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ആയുർവേദം എന്ന് വിളിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം കിട്ടുന്നില്ല. ഇപ്പൊ ചൈനീസ് ഒരു ചെടിയുടെ അകത്തുനിന്ന് ഒരു തന്മാത്ര എടുത്തു അത് മരുന്നാക്കി, ആ മരുന്നിന് എഫക്റ്റ് വന്നു. അതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതിന്റെ ആശയം വന്നിരിക്കുന്നത് ആ ട്രഡീഷണൽ മെഡിസിനിൽ. പക്ഷെ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു തന്മാത്ര ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എനി അതർ മോഡേൺ മെഡിസിന്റെ ഡ്രഗ് പോലെ. ഇപ്പൊ മോഡേൺ മെഡിസിനിൽ തന്നെ നമ്മൾ പരിശോധിച്ചാൽ രസമായിട്ട് കാണുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിച്ചിട്ടുള്ള മോഡേൺ മെഡിസിൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ്പിരിൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? ആസ്പിരിൻ അങ്ങനെയാണ് ക്ലെയിം ചെയ്യുന്നത്. നെറ്റി നോക്കിയാൽ പുസ്തകങ്ങളൊക്കെ കഴിയും. ആസ്പിരിൻ എവിടെ നിന്നായിരുന്നു? ആസ്പിരിൻ നമ്മുടെ ഇംഗ്ലണ്ടിലെ നദികളുടെ കരയില് അതിനകത്തോട്ട് നമ്മുടെ അവിടെ കൈത നിൽക്കുന്ന പോലെ നദിക്കകത്തോട്ട് തല കുനിച്ച് നാണിച്ച് നിൽക്കുന്ന ഒരു ചെടിയുണ്ട്. നമുക്ക് നല്ല പരിചയമുള്ള ചെടിയാണ്. അതിന്റെ തടി എടുത്താണ് ഈ വിരാട് കോഹ്ലിയും MS ധോണിയും ഒക്കെ ക്രിക്കറ്റ് കളിക്കുന്നത്. ആ തടി, അതിന്റെ കറയാണ് ഈ ആസ്പിരിൻ എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ മോഡേൺ മെഡിസിനാണ് ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത്. പക്ഷേ ടു ബി ഫെയർ, ആ കറ നേരിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റൊമക് ലൈൻ ബ്ലീഡിങ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ തന്മാത്രയ്ക്ക് ഒരു വ്യത്യാസം പറ്റി ശാസ്ത്രം ചെറുതായി. എങ്കിലും ആശയം വരുന്നത് ആ മരത്തിന്റെ കറയിൽ. ആ മരത്തിന്റെ കറ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. യു കുഡ് സേ ഇറ്റ്സ് എ ട്രഡീഷണൽ ഡ്രഗ്. അതിനാണ് കാണിക്കുന്നത്. അപ്പൊ ആയുർവേദത്തിനകത്തുനിന്ന് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഡോക്ടർ രാമൻകുട്ടി പറഞ്ഞാൽ അദ്ദേഹം എപ്പോഴും പറയായിരുന്നു, ഡോണ്ട് ടോക്ക് അബൌട്ട് ഇറ്റ്, ട്രൈ ടു വർക്ക് ആൻഡ് പ്രൊഡ്യൂസ് സംതിങ് ദാറ്റ് ദ വേൾഡ് വിൽ അക്സെപ്റ്റ്. അതിന് ഉള്ള സംവിധാനമുണ്ട്. അത് സംഭവിക്കുന്നു ഞാൻ കരുതുന്നു. കാരണം ഒരുപാട് സ്ഥാപനങ്ങൾ ആ വിഷയത്തിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ചെടിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പറയായിരുന്നു, ആരോഗ്യ പച്ച എന്ന് പറഞ്ഞ ചെടി ഇപ്പൊ ട്രെഡ്മില്ലില് ഇങ്ങനെ ഒരു മരുന്ന് കഴിച്ചിട്ട് ഓടുമ്പോൾ സമയം കൂടുതൽ ഓടുന്നില്ല. ആരോഗ്യ പച്ച എന്ന് പറഞ്ഞ ചെടിയുടെ ഒരു വിത്ത് കഴിച്ചിട്ട് നിങ്ങൾ മല കയറാൻ പോയാൽ വൈകുന്നേരം വരെ ഭക്ഷണമൊന്നും കഴിക്കില്ല, കയറിയിട്ട് ഇറങ്ങി വരാൻ. ഈ വിത്ത് എലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ, എലിയെ വെള്ളത്തിലിട്ടാൽ, ഒരു വലിയ ബക്കറ്റിനകത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് കുറെ സമയം നീന്തും. അത് കഴിയുമ്പോൾ അതിന്റെ എനർജി നഷ്ടപ്പെട്ട് മുങ്ങിച്ചാവും. എത്ര മണിക്കൂർ എന്നാണ് അത് അളന്നു. ഏകദേശം 3 ഇരട്ടി സമയം ഈ എലിക്ക് നീന്താനെത്തും ആരോഗ്യ പച്ചയുടെ കുരു കൊടുത്തു. അതുകൊണ്ടാണ് നമ്മൾ അത് സ്റ്റിറോയിഡിന്റെ പോലെ ഒരു എഫക്റ്റ് ആണ്, സ്റ്റിറോയിഡ് അല്ല. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ അതിന്റെ ജീനോമിന്റെ തലത്തിൽ തന്നെ പഠിക്കാൻ വേണ്ടി അത് തുറന്നു. പക്ഷെ ഈ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പഠനം നടത്തി അവസാനം ഇതിന്റെ ഏത് തന്മാത്ര അല്ലെങ്കിൽ ഏതൊക്കെ തന്മാത്രകൾ ചേർന്നാണ് പ്രവർത്തിക്കുന്നത് കണ്ടുപിടിച്ചാൽ പിന്നെ ഈ ചെടി അപ്രസക്തമാകുന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ കാതേടി പോയിട്ട് വരില്ല നമ്മളെ തന്മാത്രകള്. പക്ഷെ ആയുർവേദത്തിന്റെ എഫക്ട് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. കാരണം ആധുനിക ശാസ്ത്രത്തിൽ നമ്മൾ കരുതുന്നു ഒരു തന്മാത്രയാണ്, അതിലെന്തോ ഒരു തന്മാത്ര ഒളിഞ്ഞിരിപ്പുണ്ട്, അതാണ് ഈ രോഗത്തിനെ ഗുണകരമായിട്ട് ബാധിക്കുന്നതെന്ന് പറയുമ്പോൾ ആയുർവേദം അങ്ങനെ കരുതുന്നില്ല. ആയുർവേദം കുറച്ചുകൂടെ ഹോളിസ്റ്റിക് ആയിട്ട് അതിനെ കാണുക. ഒരുപാട് തന്മാത്രകൾ ചേർന്ന് കൈകോർത്ത് അവയുടെ പൊതുപ്രവർത്തനത്തിലായിരിക്കാം ചിലപ്പം ആയുർവേദത്തിലെ എഫക്റ്റിനെ നമ്മൾ ബേസ് ചെയ്യുന്നത്. അതുപോലെ ഈ മഹാന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത്, നമ്മള് ചരകൻ പറയുന്നു, ചെടിയുടെ അടുത്ത് നിന്നാൽ ചെടി പറയും എന്റെ അടുത്ത് എന്താണ് എന്നിൽ എന്ത് ഔഷധ ഗുണമുണ്ടെന്ന് പറയും. നമ്മളതിനെ അശാസ്ത്രീയം എന്ന് പറയും. ഞാൻ കരുതുന്ന വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു ജീവിതകാലം മുഴുവൻ ഒരു ചരിയായി ചെടികളെ നോക്കി നടക്കുന്ന ഒരാൾക്ക് നമ്മളങ്ങനെ പറയാറില്ലേ, പോലീസുകാർ പറയാറില്ലേ, എനിക്ക് അവനെ കണ്ടറിയാം നിങ്ങളുടെ വിഷമം എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കള്ളന്മാരെ കണ്ട് ശീലിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു സെൻസ് ഉണ്ടാവും. അത് അത്രയുള്ള ഇതാണ്. അല്ലാതെ അവര് ദിവ്യരായിരുന്നു എന്നോ അവരുടെ ദൈവമെന്ന് പറഞ്ഞിരുന്നു എന്നല്ല അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവര് ചെടികളെ തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ കാലത്ത് പോലെ മൊബൈൽ ഫോൺ ഇല്ല, പിന്നെ വാഹനങ്ങളില്ല, വേറെ സ്ഥലങ്ങളിൽ പോകാനായിട്ട് ഒക്കില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ തന്നെ കൂടുതൽ വളരെ നമ്മൾ സമഗ്രമായി അർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ സ്ഥിതികൾ ഉണ്ടാകുന്നത് വലിയ അത്ഭുതമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.